അപ്പോൾ നമ്മളുള്ളത് സലീം ഖാൻ്റെ വീട്ടിലാണ്. അപ്പോൾ എന്തൊക്കെയാണ് സലീം ഖാൻ നമ്മളെ മറ്റേ മാർബിളിനെ കുറിച്ചിട്ട് നിങ്ങളുടെ അഭിപ്രായം? എങ്ങനെയാണ് നമ്മളെ ഷോപ്പിലേക്ക് വന്നത്? നല്ല അഭിപ്രായമാണ്. ഞാൻ നമ്മളെ അളിയൻ്റെ ഷോപ്പിലാണ് പരിചയപ്പെട്ടത്. ഓക്കെ. അപ്പോൾ അങ്ങനെ ഇവിടെ ഒരു കട ഉണ്ട് പറഞ്ഞു. അപ്പോൾ വന്ന ആളുകൾക്കൊക്കെ ഇഷ്ടപ്പെട്ടോ മാർബിൾ? നല്ല അഭിപ്രായമാണ്. ഒരാഴ്ച ആയാലും കൂടി ഇരുന്നിട്ടില്ല. അപ്പോൾ എല്ലാവർക്കും നല്ല ഇഷ്ടപ്പെട്ടു. നല്ല അഭിപ്രായമാണ്. അവർ പറഞ്ഞു എവിടുന്ന മാർബിൾ എടുത്തെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു നമ്മളടുത്ത കട ഉണ്ട്, അവിടുന്നാണ്. സ്റ്റോൺ ഗാലറിയിൽ നിന്ന് വന്ന് നമ്മളെ സർവീസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഓക്കെ അല്ലായിരുന്നു? ഓക്കെയാണ്. നല്ല അപ്പോൾ നമ്മൾ വീടിൻ്റെ ഫ്രണ്ട് ഭാഗത്തേക്ക് വരുമ്പോൾ അതിൻ്റെ ഫ്ലോർ ഭാഗങ്ങളിൽ ഫസ്റ്റായിട്ട് കാണുന്നതാണ് സ്റ്റെപ്പ്. ഫ്രണ്ട് സ്റ്റെപ്പ് നല്ല ലെങ്തി ആയിട്ടുള്ളൊരു സ്റ്റെപ്പാണ് ഇതിന് കൊടുത്തിട്ടുള്ളത്. ഇതിൽ ചെയ്തിട്ടുള്ളത് നമ്മൾ റോയൽ ബ്ലൂ കാറ്റഗറിയിൽ വരുന്ന നല്ല ബ്ലൂ ഷെയ്ഡിൽ ഡാർക്ക് ബ്ലൂവിൽ വരുന്ന ഒരു ഗ്രാനൈറ്റിൻ്റെ ഒരു ഡിസൈനാണ്. നല്ലൊരു ഭംഗിയാണ് ഇത് ചെയ്തിട്ടുള്ളത്. ഏകദേശം അതിന് സ്കേർട്ടിംഗ് ആയിട്ട് കൊടുത്തിട്ടുള്ളത് ഈ വീടിൻ്റെ മൊത്തം ഫ്ലോറിങ് ചെയ്തിട്ടുള്ള മോർച്ചാന ബ്രൗണിൽ വരുന്ന ബ്രൗൺ ആൻഡ് വൈറ്റിൽ വരുന്ന ഒരു ഡിസൈനാണ്. അതിൻ്റെ സ്കേർട്ടിങ് മാർബിളിൽ വരുന്നൊരു ഡിസൈനാണ് അതിൻ്റെ സ്കേർട്ടിംഗ് ആയിട്ട് കൊടുത്തിട്ടുള്ളത്. 1300 സ്ക്വയർ ഫീറ്റുള്ള വീട് മൊത്തത്തിൽ ചെയ്തിട്ടുള്ളത് നമ്മൾ മോർച്ചാന ബ്രൗൺ ആൻഡ് വൈറ്റ് ഡിസൈനാണ്. ഇതിൻ്റെ ഡിസൈന് നല്ലൊരു ബുക്ക് മാച്ചാണ് കിട്ടുന്നത്. അപ്പം നല്ല ഭംഗിയാണ് ചെയ്തിട്ട്. അതായത് കറക്റ്റായിട്ട് ഇതിൻ്റെ ജോയിൻറ്റുകളൊക്കെ നമുക്ക് കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. നല്ലൊരു വൈറ്റ്നെസ്സും ചെറിയൊരു ലൈറ്റ് ബ്രൗണും വരുന്ന ഒരു അടിപൊളി ഒരു നല്ലൊരു ഫീലിംഗ് കിട്ടുന്നൊരു ഡിസൈനാണിത്. ഇതിൻ്റെ ഉൾഭാഗങ്ങളിലൊക്കെ ചെയ്തിട്ടുള്ളത് ഇത് ഡിസൈൻ കണ്ടു കഴിഞ്ഞാൽ ഭയങ്കര ഭംഗിയാണ്. അപ്പോൾ നമുക്ക് ഉൾഭാഗത്തേക്ക് നോക്കാം. അപ്പോൾ അതിൻ്റെ ഉൾഭാഗത്തേക്ക് പോകുമ്പോൾ ഇത് മൊത്തത്തിലുള്ളൊരു വ്യൂ നല്ല ഭംഗിയാണ്. അതായത് ഒരു ചിത്രം വരച്ച പോലെ നമുക്ക് ഫീൽ ചെയ്ത് കിട്ടുന്ന ഒരു അടിപൊളി ഡിസൈനാണ് ഇത്. മൊത്തത്തിൽ നമുക്ക് കാണുമ്പോൾ ഉണ്ടാകുന്നൊരു ഫീലിങ് ഡിസൈൻസുകളൊക്കെ, അതായത് ഇവരുടെ ഡൈനിങ് ഹാളിൻ്റെ കറക്റ്റ് സെൻറ്റർ ഭാഗങ്ങളിൽ ഒരു ഫ്ലവർ കിട്ടുന്ന രൂപത്തിലുള്ള ഒരു 4 സ്ലാബ് ഇട്ട് കഴിഞ്ഞാൽ കറക്റ്റായിട്ടൊരു ഫ്ലവർ കിട്ടിയിട്ടുണ്ട്. ഈ ഒരു ഡിസൈന് നല്ല ഭംഗിയാണ് ഇത് കണ്ടു കഴിഞ്ഞാൽ. അതേപോലെ തന്നെ ഇതിനോട് ചാരിയിട്ടുള്ള ഭാഗങ്ങളിൽ ഒക്കെ ഒരേപോലത്തെ ഡിസൈൻസ് അല്ല. ഇത് കണ്ടില്ല, ഇവിടെ വേറൊരു ഡിസൈന് ഇങ്ങനെ വന്നിട്ടുണ്ട്. അത് ഇങ്ങനെ മൊത്തത്തിൽ ജോയിൻറ്റഡ് ആയിട്ട് വരുമ്പോൾ ഒരു പ്രത്യേക ഒരു ഡിസൈനാണ് നമുക്ക് ഇവിടെ മൊത്തത്തിൽ കാണാൻ ഉള്ളത്. അതുപോലെ തന്നെ ഇതിൻ്റെ സ്റ്റെയർ കേസ് കൊടുത്തിട്ടുള്ളത് നമ്മൾ റോയൽ ബ്ലൂ കാറ്റഗറിയിൽ വരുന്ന ഫ്രണ്ട് സ്റ്റെപ്പിൽ ഇട്ടിട്ടുള്ള ഒരു ബ്ലൂ, നല്ല ഡാർക്ക് ബ്ലൂ മെറ്റീരിയലാണ് ഗ്രാനൈറ്റിൽ വരുന്നത്. അതേപോലെ തന്നെ സ്കേർട്ടിങ് ചെയ്തിട്ടുള്ള ഇതേ ഡിസൈനുള്ള മാർബിളാണ്. നല്ലൊരു ഇതിൻ്റെ രണ്ടിനും കൂടി ഒരു കോമ്പിനേഷൻ ഭയങ്കര ഒരു അട്രാക്റ്റീവാണ്. അതുപോലെ ഇതിൻ്റെ കിച്ചണിലേക്ക് പോകുന്ന സമയത്ത് നമ്മൾ ഇതേ മാർബിൾ തന്നെയാണ് കണ്ടിന്യൂഷൻ ചെയ്തിട്ടുള്ളത്. ആ ഡിസൈൻസും കാര്യങ്ങളൊക്കെ നമുക്കൊരു വൈറ്റിലൊരു ബ്രൗൺ ഡിസൈനായിട്ട് നല്ല ലുക്കിലാണ് ഇത് കിട്ടുന്നത്. അതേപോലെ തന്നെ ഇതിൻ്റെ നമ്മളെ റാക്ക്, അതായത് സ്ലാബ് ചെയ്തിട്ടുള്ളത് റോയൽ ബ്ലൂവിൽ തന്നെയാണ്. നല്ലൊരു ഭംഗി തന്നെയാണ്. ഒരു ഡാർക്ക് ഷെയ്ഡ് ബ്ലൂ ആകുമ്പോൾ ഒരു പ്രത്യേക ഫീലിംഗ് തന്നെയാണ് ഈ ഒരു ഡിസൈന് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത്. അതേപോലെ തന്നെ ഇതിൻ്റെ മൊത്തത്തിൽ എല്ലാ റാക്കുകളും, അതായത് വീതന എല്ലാ ഭാഗങ്ങളും ചെയ്തിട്ടുള്ളത് നമ്മൾ റോയൽ ബ്ലൂ കാറ്റഗറിയിൽ വരുന്ന നല്ല ഡാർക്ക് ഷെയ്ഡിലുള്ള ബ്ലൂ ആണ്. ഈ ഒരു മെറ്റീരിയൽ നമ്മുടെ ഷോപ്പിൽ ഇപ്പോൾ അവൈലബിൾ ആണ്. ആർക്കെങ്കിലും ഈ ഡിസൈൻ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നമ്മളെ ഷോപ്പുമായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ ഈ മെറ്റീരിയൽ കിട്ടുന്നതാണ്. അപ്പോൾ എന്നാൽ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെല്ലാവർക്കും ഗുഡ് ബൈ.